എന്തൊരു ഹിമ്മത്താണ് അവിടുത്തെ ഹിമ്മത്ത്. ഞാൻ ഓർക്കുകയാണ്, ഒരൊറ്റ സംഭവം പറഞ്ഞ് ഞാൻ നിർത്തുന്നു. ഞങ്ങൾ രണ്ടുപേരും കർണാടക സ്റ്റേറ്റിന്റെ അങ്ങേ അറ്റത്ത് ഒരു പരിപാടി കഴിഞ്ഞ് രാത്രി വരുന്നു. ഒരു കാറിൽ വരുന്നു. വരുന്ന സമയത്ത് പെട്ടെന്ന് നമ്മുടെ സഹോദരന്മാര് വഴിക്ക് കൈകാട്ടി നിർത്തിയിട്ട് പറഞ്ഞു, താജുല്ലുലമാ അങ്ങോട്ട് പോകണ്ട, അവിടെ RSSകാരുടെ കുഴപ്പം നടക്കുകയാണ്, മുസ്ലിമീങ്ങളെ മുഴുവനും തടഞ്ഞു വെച്ചിട്ട് അവരാക്രമിക്കുന്നുണ്ട്. താജുല്ലുലമ പറയുന്നു, നമ്മളൊന്നും ചെയ്തിട്ടില്ലല്ലോ, പിന്നെ അവര് നമ്മളെ തടയൂല, നമ്മൾ പോവാ. ഡ്രൈവർ കുറച്ച് മടിച്ചു കളിച്ചു, വിടട കാറ്. തങ്ങൾ പറഞ്ഞു, വിടട കാറ്, ഞമ്മളെ ആരും തൊടൂല. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ മനസ്സിലാക്കണം അവിടുത്തെ മനക്കരുത്ത് എന്താണ്. രാത്രി പാതിര സമയത്ത് ഏകദേശം 1:30 മണി 2 മണി സമയമായപ്പോൾ റോട്ടിൽ വലിയ ശക്തിയായ തടസ്സം നടക്കുകയാണ്. ഒരൊറ്റ മുസ്ലിമിനെയും വിടാതെ അവിടുത്തെ RSSകാർ തടഞ്ഞു നിർത്തുകയാണ്. അവിടെ അങ്ങോട്ട് എത്തിയപ്പോ അവര് കാറ് തടഞ്ഞു. ഉടനെ തന്നെ അവരോട് പറഞ്ഞു, ഇത് ഉള്ളാളത്തെ ഗുരുക്കളാണ്. അങ്ങനെ ഇബ്രാഹിം ചേർക്കറിയാം, കർണന്റെ ഭാഷ എനിക്കറിയില്ല. ഗുരുക്കൾ എന്ന് പറയാം അവിടെ. ഇത് ഉള്ളാളത്തെ ഗുരുക്കളാണ്, ഉള്ളാളത്തെ തങ്ങളാണ് എന്ന് പറയുന്ന താമസം RSSകാരൊക്കെ എടുക്കണം. റോട്ടും അങ്ങോട്ട് കല്ലെടുക്ക്, മടിയെടുക്ക്, ഗുരുക്കൾ പോകട്ടെ എന്ന് പറഞ്ഞു. സഹോദരങ്ങളെ, ഇതൊന്നും ഒരു പൊങ്ങച്ചത്തിന് പറയുന്നതല്ല, വലിയ മനക്കരുത്ത്. നമ്മളാരെയും ഒന്നും ചെയ്തിട്ടില്ല, നമ്മൾ ഹിന്ദുക്കളെ ആക്രമിക്കുന്നവരല്ല, നമ്മളവരെ ഒന്നും ചെയ്യുന്നവരല്ല. പക്ഷേ ഹിന്ദുക്കളിൽ ആരെങ്കിലും ഒരാള്, നമ്മളെ കേരളത്തെ പറ്റിയൊന്നും പരിചയമില്ലാത്ത ഒരാള് എവിടുന്നോ വന്നിട്ട് ഇവിടുത്തെ മുസ്ലിമീങ്ങളൊക്കെ പാകിസ്ഥാനിൽ പോകണം എന്ന് പറഞ്ഞാൽ അത് കേൾക്കാൻ കുത്തിരിക്കുന്നവരല്ല ഇവിടുത്തെ മുസ്ലിമീങ്ങൾ. അത് പ്രത്യേകിച്ച് മനസ്സിലാക്കുന്നതും നല്ലതാണ്. ഇന്ത്യ രാജ്യത്ത് മുസ്ലിമില്ലേ ആദ്യം ഉണ്ടായത്, അല്ലേ? ഇന്ത്യ രാജ്യത്ത് ആദ്യം മുസ്ലിമാണ് വന്നത്. ഇപ്പോഴുള്ള ഇന്ത്യയല്ല, നേരത്തെയുള്ള ഇന്ത്യ. ശ്രീലങ്കയും മതി. ഇല്ലാന്ന് അവരൊക്കെ വയകൊള്ളുമ്പോ ഞാനും കൊള്ളല്ലാണ്. അല്ലെ ഞാൻ കൊള്ളുമ്പോ അവരും കൊള്ളാനായിക്കോട്ടെ, എന്നാലും തിരക്കേടില്ല, എന്നാലും തിരക്കേടില്ല. അൽഹംദുലില്ല, അലികൾ സുലൈമാൻ ഉസ്താദും ഈദന്മാരൊക്കെ മഴ കൊള്ളുമ്പോ ഞങ്ങൾ കൊള്ളട്ടെ അവർ കരുതി. ഏതായാലും അൽഹംദുലില്ല, അല്ലാഹു തആല നമുക്ക് റഹ്മത്ത് തന്ന് നമുക്ക് അത് ഇപ്പോൾ നിർത്തി തന്നിരിക്കുന്നു. അല്ലാഹു ഇനിയും നമ്മുടെ സദസ്സ് എളുപ്പമാക്കി തരട്ടെ. ഞാൻ അവസാനിപ്പിക്കുന്നു. പിന്നെ അങ്ങനെ അത് ഞാൻ ഇടയ്ക്കൊന്ന് പറഞ്ഞതാ, ഇന്ത്യ രാജ്യം ാണ് ആദ്യമായി ആദം നബി അലൈഹിസ്സലാം ഇറങ്ങിയത്. ശ്രീലങ്ക ഉൾപ്പെടുന്ന ഇന്ത്യ, ആ ഇന്ത്യയിലാണ് ആദം നബി അലൈഹിസ്സലാം ഇറങ്ങിയത്. ആദം നബി മുസ്ലിമാണ്. അതുകൊണ്ട് ഇന്ത്യ രാജ്യം ഇവിടെ ഹിന്ദുക്കൾക്ക് മാത്രമുള്ളതല്ല, ഹിന്ദുവിന് മുസ്ലിമാണ് ഇവിടെ ആദ്യം വന്ന മനുഷ്യൻ. അതുകൊണ്ട് നമ്മളെ കേരളത്തിലുള്ള ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ വേണ്ടി എവിടെന്നെങ്കിലും ഒരുത്തം വന്നിട്ട് മുസ്ലിമുകളൊക്കെ ജാവോ ജാവോ പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ ഗോ ഗോ എന്ന് നമ്മൾ പറയും, വേറെ ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ആ വക ബടായൊന്നും വിടാതെ ഇന്ത്യ രാജ്യത്ത് മതസൗഹാർദ്ദവും, ഇന്ത്യ രാജ്യത്ത് മതമൈത്രിയും, ഇന്ത്യ രാജ്യത്ത് മതസഹിഷ്ണുതയും നിലനിർത്താനാണ് ഇവിടുത്തെ ഹിന്ദുക്കളും ഇവിടുത്തെ മുസ്ലിംകളും എല്ലാവരും ചിന്തിക്കേണ്ടത്. ബഹുമാനപ്പെട്ട MA ഉസ്താദ് 93ാമത്തെ വയസ്സ് ഇപ്പോൾ അവിടത്തേക്ക് പൂർത്തിയാവുകയാണ്. അടുത്ത ദിവസം താജുൽ ഉലമയുടെ
വഫാത്തിന് ശേഷം ഏകകണ്ഠമായി തെരഞ്ഞെടുക്കപ്പെട്ടു പ്രസിഡന്റായി ബഹുമാനപ്പെട്ട എം.എ. ഉസ്താദിന്. എന്താ അതിന്റെ ഇടയ്ക്ക് ചില ആളുകൾ കരഞ്ഞ വെള്ളത്തിൽ മീൻ പിടിക്കാന്ന് പറഞ്ഞതുപോലെ ഗ്രൂപ്പിൽ പടംവലി, പ്രസിഡന്റിനെ ചൊല്ലിയിട്ട് വലിയ പടംവലിയാണ് മറ്റതാ. എന്ത് പടംവലി? അതൊക്കെ നേതാവില്ലാത്ത സംഘടനയിലാണ്. ഞങ്ങളെ സംഘടനയിൽ നേതാക്കളുണ്ട്. അതുകൊണ്ട് ഞങ്ങളെ സംഘടനയിൽ അങ്ങനത്തെ ഒരു ഗ്രൂപ്പ് വലിയുമില്ല, ഒരു വെള്ളം വലിയുമില്ല, ഒരു ഭിന്നിപ്പില്ല. അത് വളരെ ശക്തിയാണ്. അതുകൊണ്ട് തന്നെ ഏകകണ്ഠമായി അതാ ബഹുമാനപ്പെട്ടവർ തെരഞ്ഞെടുക്കപ്പെട്ടു. ഞാൻ പറയുന്നത് അങ്ങനെ ബഹുമാനപ്പെട്ട എം.എ. ഉസ്താദ് എത്ര പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് മതസഹിഷ്ണുതയ്ക്ക് വേണ്ടി, മതമൈത്രിക്ക് വേണ്ടി. ഞങ്ങളൊക്കെ എത്ര എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മുസ്ലിം സമുദായം ഒരിക്കലും മറ്റ് സമുദായങ്ങളെ ഭിന്നിപ്പിക്കുന്നവരോ അടിച്ചമർത്തുന്നവരോ നാടുകടത്തുന്നവരോ ഒന്നുമല്ല എന്ന ശബ്ദം ഈ രാജ്യത്തെ ഹിന്ദുക്കളുടെ കാതിൽ കേൾക്കണം. അവരോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, ഇവിടെ നമ്മളെ കേരളത്തിൽ എന്തൊരു സമാധാന. ഈ സമാധാനമുള്ള സ്ഥലത്ത് വന്നിട്ട് ഇവിടെ മുസ്ലിമീങ്ങളൊക്കെ പാകിസ്ഥാനിൽ പോകണമെന്ന് അല്ല ടിക്കറ്റ് ഒരാൾ തരുമോ? എത്ര ഉറുപ്പിയുണ്ട് ഒരു ടിക്കറ്റിന്? അതുകൊണ്ട് അങ്ങനത്തെ ഏതെങ്കിലും ബടായിക്കാരുടെ ബടായി കേട്ടു നമ്മുടെ നാട്ടിൽ ഭിന്നിപ്പുണ്ടാവണ്ട. ഇനി സുന്നി ഐക്യം. ബഹുമാനപ്പെട്ട എം.എ. ഉസ്താദ് പ്രസിഡന്റായ ഉടനെ തന്നെ ഞങ്ങൾ പത്രസമ്മേളനം നടത്തി. അപ്പോ സുന്നി ഐക്യത്തെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അടുത്ത തെരഞ്ഞെടുപ്പിനെ പറ്റി എന്താണ് നിങ്ങളുടെ അഭിപ്രായം? രണ്ട് ചോദ്യമാണ് പത്രക്കാർ ചോദിച്ചത്. ഞാൻ മുണ്ടില്ല, പുതിയ പ്രസിഡന്റ് തന്നെ പറയട്ടെ ചോദിച്ചു. പ്രസിഡന്റ് പറഞ്ഞു, സുന്നി ഐക്യത്തിന് ഞങ്ങൾ എപ്പോഴും തയ്യാർ, എപ്പോഴും ഞങ്ങൾ അതിനു വേണ്ടി പരിശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ആശയം ബലിയർപ്പിച്ചുകൊണ്ടുള്ള ഐക്യം അല്ല. എം.എ. ഉസ്താദ് പറഞ്ഞു. രണ്ടാമത്തത് തെരഞ്ഞെടുപ്പ്. ഞങ്ങൾ രാഷ്ട്രീയക്കാരല്ല, അതുകൊണ്ട് ഞങ്ങൾ അതിന്റെ സമയം വരുമ്പോൾ തക്ക സമയത്ത് തക്ക തീരുമാനം എടുത്ത് ഞങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കും. നിങ്ങളെപ്പോലെ പത്രപ്രസ്താവന ഇറക്കിക്കൊള്ളണമെന്നില്ല. ഞങ്ങൾക്ക് ചാനലുകൾ, ഞങ്ങളുടെ യൂണിറ്റ് അങ്ങനെ എല്ലാ യൂണിറ്റുകളിലും ചാനലുകളിലൂടെ അതാ ഞങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാനുള്ള ഒരു പ്രത്യേക ചാനലുണ്ട്, അതിനെങ്ങ് എത്തിച്ചു കൊടുക്കും. അത് കഴിഞ്ഞപ്പോ ഞാൻ മെല്ലെ ചാനലുകാരോടും പത്രക്കാരോടും ചോദിച്ച്, നമ്മളെ പ്രസിഡന്റ് കഴിവുള്ള ആളാണ്, നിങ്ങൾക്ക് ഇപ്പൊ തിരിഞ്ഞോ അല്ലേ എന്ന് ചോദിച്ചു. തിരിഞ്ഞോ എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ആ തിരിഞ്ഞു. അൽഹംദുലില്ലാഹ്. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയിൽ എത്രയോ കാലം പ്രവർത്തിച്ച് വിദ്യാഭ്യാസ ബോർഡിലും അതുപോലെ സമസ്തയിലും SYS-ലും പ്രസിഡന്റായും വൈസ് പ്രസിഡന്റായും മെമ്പറായും എല്ലാം പ്രവർത്തിച്ച് തഴക്കവും പഴക്കവുമുള്ള പ്രസിഡന്റ് തന്നെയാണ് ഞങ്ങൾ തെരഞ്ഞെടുത്തത്. താജുൽ ഉലമ അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ നിർത്തുന്നു. ബാക്കി പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയും എല്ലാം നിങ്ങളോട് പറയും. ഞാൻ നിർത്തുകയാണ്. അതാ ബഹുമാനപ്പെട്ട താജുൽ ഉലമ വഫാത്ത് വരെ ആ പ്രസ്ഥാനത്തിന്റെ നേതൃത്വം വഹിച്ചത് ഞാൻ നേരത്തെ നിങ്ങളോട് രണ്ട് വാക്ക് പറഞ്ഞുവല്ലോ. ഒരു സമുദായത്തിന്റെയോ ഒരു നാടിന്റെയോ നേതാവ് എന്നതിൽ കവിഞ്ഞ് ഈ രാജ്യത്തിന്റെ തന്നെ ഒരു മുഴുവൻ ജനങ്ങളുടെയും എല്ലാ വിഭാഗത്തിന്റെയും എല്ലാ മതക്കാരുടെയും ഒരു പൊതു നേതാവ് എന്ന നിലക്ക് കൂടി തന്നെയായിരുന്നു ബഹുമാനപ്പെട്ട താജുൽ ഉലമ ജീവിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവിടുത്തെ വഫാത്തിന്റെ ദിവസം പരിസരത്തുള്ള എല്ലാ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുഴുവൻ ആളുകളും അവിടത്തേക്ക് പോകുന്നവരെ സ്വീകരിക്കുകയും സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ട യുവാക്കളോട്, സുഹൃത്തുക്കളോട്, സഹോദരങ്ങളോട് നിങ്ങൾക്ക് പറയാനുള്ളത്, ബഹുമാനപ്പെട്ട താജുൽ ഉലമ കാണിച്ചു തന്ന
മഹത്തായ മാർഗം അത് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൽ അടിയുറച്ചു നിൽക്കുക.